ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സ്കൂൾ തല കർമ്മ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പരിസരത്തെ ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2025-26 വർഷത്തേക്കുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കർമ്മ പദ്ധതികളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, എം പി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആ മാരക വിപത്തിനെതിരെ ഇന്നു മുതൽ നാം ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു കർമ്മ പദ്ധതിക്ക് തുടക്കമിടുകയാണ്. നമ്മുടെ സംസ്ഥാനത്താകെ ഇത് നടപ്പാക്കുന്നു. സർക്കാർ അതിന് നേതൃത്വം നൽകുന്നു. പക്ഷേ നിങ്ങൾ കുട്ടികൾ കാണേണ്ടത് നിങ്ങളാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ. അത്തരമൊരു മദ്യത്തിനും മയക്കുമരുന്നിനും ബ്രൂവറിക്കുമെതിരെ KPCC ഗാന്ധി ദർശൻ സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ലഹരി മാഫിയകളെ അമർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉപഭോഗത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറുമെന്നും ചെന്നിത്തല പറഞ്ഞു. സെക്രട്ടേറിയറ്റ് നടയിൽ ഇവിടെ ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. നമുക്കറിയാം, KPCC ഗാന്ധി ദർശൻ സമിതി പ്രസിഡന്റ് VC കബീർ, DCC പ്രസിഡന്റ് പാലോട് രവി, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു.